ഓച്ചിറയിൽ ഓട നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ഓച്ചിറ മേമന കണ്ടല്ലൂർ തെക്ക് ഭാസ്കരൻ ആചാര്യയുടെ 50 വയസ്സുള്ള മകൻ അജിയാണ് മരിച്ചത്. ഓച്ചിറയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുവാനെടുത്ത കുഴിയിലാണ് ബൈക്ക് വീണ് അപകടമുണ്ടായത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിലാണ് സംഭവം. ഓച്ചിറ പോലീസിന്റെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ മരണപ്പെട്ട അജിയുടെ ബോഡി തോട്ടിൽ നിന്നും പുറത്തെടുത്തു. ദേശീയപാതയുടെ വശത്തുകൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന തോട്ടിൽ റൗണ്ട് റിങ്ങുകൾക്ക് പകരം സ്ക്വയർ റിങ്ങുകൾ ഇടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റി പണി നിർത്തിവെക്കുകയായിരുന്നു. നാട്ടുകാരുടെ ആവശ്യങ്ങൾ വകവയ്ക്കാതെ പ്രതികാര നടപടി കാണിക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെയും കരാറുകാരന്റെയും അനാസ്ഥയാണ് ഈ സംഭവത്തിന് കാരണമെന്ന് ഓച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ പറഞ്ഞു. സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദാരുണകരമായ ഒരു അപകടമാണ് ഇന്നുണ്ടായത്. ഏറെ നിർധന കുടുംബത്തിൽപ്പെട്ട കണ്ടല്ലൂർ തെക്കതിൽ അജി എന്ന് പറയുന്ന ഒരു നിത്യ അധ്വാനിയാണ് ഈ NH അതോറിറ്റിയുടെ അനാസ്ഥ മൂലം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. ഇതൊരു പ്രതികാര നടപടിയാണ്. NH അതോറിറ്റിയുടെയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുടെയും ഏറ്റവും വലിയൊരു പ്രതികാര നടപടിയാണ്. ജനങ്ങളുടെ ഒരു ആവശ്യം മുന്നിലേക്ക് വെക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തി പ്രതികാര നടപടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദാരുണ അന്ത്യമാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഇവിടെ ഒരു വെള്ളമൊഴുക്ക് തോടുണ്ടായിരുന്നു. ആ തോടിൽ ഇങ്ങനെയുള്ള റൗണ്ട് റിങ്ങുകൾ ഇടാതെ സ്ക്വയർ റിങ്ങുകൾ ഇടണമെന്നാണ് നാട്ടുകാരുടെയും ഇവിടുത്തെ ജനപ്രതിനിധിയുടെയും എല്ലാവരുടെയും ആവശ്യം. ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പണി ഇവിടെ വെച്ച് നിർത്തുകയും ഇത് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഒരു കാര്യം വളരെ ശക്തമായി പറയുകയാണ്, എന്ത് വിഷയങ്ങളുണ്ടായാലും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുമാണെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഇതിനുവേണ്ടി ഏത് നടപടികൾ സ്വീകരിക്കാനും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇത്തരം അനാസ്ഥയ്ക്കും ഭീഷണിക്കുമെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിന്റെ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. ദേശീയപാത അതോറിറ്റിയുടെയും കരാറുകാരുടെയും അനാസ്ഥയ്ക്കെതിരെ ഓച്ചിറയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്.